ഒരു ചാനലിൽ വന്ന വാർത്ത ഇപ്പോഴും ഉണ്ട്. പ്രമുഖ ചാനലാ. അവര് വാർത്താ സമയത്ത് ഒറീസയിലെ മലയാളിയായ ഒരു കന്യാസ്ത്രീക്ക് ഫോൺ ചെയ്യും. സിസ്റ്റർ എവിടെയാ? വാർത്താ സമയത്താ ചോദിക്കാം. എവിടെയാന്നറിയില്ല, കാട്ടിലാ, കൊടും കാട്ടില. അതെന്താ സിസ്റ്ററെ കാട്ടിലെത്തി? ഹിന്ദു വർഗീയവാദികളുടെ കയ്യിൽ നിന്ന് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിൽ കയറിയതാണ്. ഇപ്പൊ എവിടെയാന്നറിയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ വഴിയറിയില്ല. 2 ദിവസമായി ഈ കാട്ടിന്റെ ഉള്ളില്. അപ്പൊ ഇവിടുന്ന് റിപ്പോർട്ടർ ചോദിക്കുക, അപ്പൊ സിസ്റ്ററെ വെള്ളം മറ്റേ ഭക്ഷണമൊക്കെ കണ്ടിട്ട് 2 ദിവസമായി. വെള്ളമോ ഭക്ഷണമോ കണ്ടിട്ട് 2 ദിവസമായി. ഇത്രയും കേട്ടപ്പോ നമ്മുടെ പോലും കണ്ണ് നനഞ്ഞു. കാരണം അവർ എന്ത് പ്രവർത്തനം ചെയ്താലും ഒരു സ്ത്രീയാണല്ലോ. ഈ സ്ത്രീകൾക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു ഒറീസയിലെ എന്ന് ഓർത്തപ്പോ ഒറീസയെ പറ്റി നമ്മുടെ ഉള്ളിലും തോന്നി എന്തൊക്കെയോ വികാരം. പക്ഷെ ഈ ബുദ്ധി ട്യൂബ്ലൈറ്റ് അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടാ തെളിയ. ലേശം കഴിഞ്ഞപ്പോഴാ ചിന്തിക്ക്, ഈ കന്യാസ്ത്രീ എവിടെയാന്നാ പറഞ്ഞത്? കൊടും കാട്ടില് പുറത്തേക്ക് ഇറങ്ങാൻ വഴിയറിയില്ല. 2 ദിവസമായിട്ട് കാട്ടിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. എവിടെയാ നിശ്ചയില്ല. കന്യാസ്ത്രീക്ക് വെള്ളമില്ല, കന്യാസ്ത്രീക്ക് ഭക്ഷണവും ഇല്ല, പട്ടിണിയും പരിവട്ടമാണ്. പക്ഷേ മൊബൈലിന് അപാര റേഞ്ച്, അസാധ്യ ചാർജ്. ഇത് ലേശം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത് കന്യാസ്ത്രീക്ക് വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല. പക്ഷെ മൊബൈലിൽ ഒരു വാക്കാ മുറിയണില്ല. നമ്മൾ അടുത്തുനിന്ന് സംസാരിച്ചാൽ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടില്ല. അത്രയും ക്ലിയർ ആയിട്ട്. അന്ന് ആദ്യമായിട്ട് ഞാനും കർത്താവിനെ സ്തുതിച്ചു പോയി കേട്ടോ. ഈ കൊടുങ്കാട്ടിനുള്ളില് കന്യാസ്ത്രീയുടെ മൊബൈലിന് ഇത്രയും ചാർജ് റേഞ്ച് ഉണ്ടാക്കി കൊടുത്ത കർത്താവിന്, ദയാവരനായ കർത്താവിന് സ്തുതി പാടാതെ ഒരു വഴിയില്ല എന്ന് അന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നി. അത് ക്രിയേറ്റ് ചെയ്ത വാർത്തയായിരുന്നു. അത് ഒരു ലേശം ചിന്തിച്ചാൽ നമുക്കറിയാം, അത് ക്രിയേറ്റ് ചെയ്ത വാർത്തയായിരുന്നു. അതുപോലും വെച്ച് വിളമ്പി ഇവിടെ. അവിടുത്തെ എത്ര ബലാത്സംഗ കഥകൾ ഇവിടെ പാടി, എത്ര കേസിൽ ആരെയെങ്കിലും ശിക്ഷിച്ചു, എന്തെങ്കിലും ഇവിടെ നടന്നു. അത് മുഴുവൻ നടക്കാത്ത ബലാത്സംഗമായിരുന്നു. നിന്നെ ബലാത്സംഗം ചെയ്തില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും ഒരുപാട് ബലാത്സംഗങ്ങളുടെ കഥ നമ്മൾ കേട്ടു. നടക്കാത്ത ബലാത്സംഗങ്ങളായിരുന്നു അതൊക്കെ.